16 വർഷത്തെ തയ്യാറെടുപ്പ്, 6 വർഷത്തിന് മുകളിലുള്ള പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ. ആടുജീവിതം പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്ലസ്സി എന്ന ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച സംവിധായകന്റെ 8ാമത്തെ ചിത്രം. ബെന്യാമിന്റെ ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ ആസ്പദമാക്കി പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതത്തിനെ പറ്റിയിട്ടാണ് ഈ റിവ്യൂ. നജീബിന്റെ കഥയറിയാത്ത മലയാളികൾ കുറവായിരിക്കും. ജോലി ആവശ്യത്തിനായി തന്റെ വീട് പണയപ്പെടുത്തി ഗൾഫിലേക്ക് യാത്ര ചെയ്യുകയാണ് നജീബ്. പ്രഗ്നന്റായ ഭാര്യയെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അയാൾ യാത്രയാകുന്നത്. ഗൾഫിലെത്തിയ നജീബ് അവിടം വെച്ച് തന്റെ ഭാഷാ പ്രശ്നം മൂലം ഒരു കബളിപ്പിക്കപ്പെടലിന് ഇരയാവുകയാണ്. 4 വർഷത്തിന് ശേഷമാണ് അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഈ 4 വർഷത്തെ നജീബിന്റെ അതിജീവനമാണ് ആടുജീവിതം. രഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ്, ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ്, സുനിലിന്റെ സിനിമാറ്റോഗ്രഫി, AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം, റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മിശ്രണം, ബ്ലസ്സിയുടെ സംവിധാനം, എല്ലാത്തിനും പുറമെ പൃഥ്വിരാജിന്റെ അതുല്യമായ പ്രകടനം, ഇവയെല്ലാം കൂടിച്ചേർന്നപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ഒരു കൾട്ട് ക്ലാസിക് മാസ്റ്റർ പീസാണ്. വിഷ്വലി വളരെ സമ്പന്നമാണ് ആടുജീവിതം. 6 വർഷത്തെ കഠിനാധ്വാനം നമുക്ക് ഓരോ ഫ്രെയിമിലും കാണാനാകും. എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിലെ ട്രാൻസിഷൻസ് ആണ്. പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള ട്രാൻസിഷൻ വളരെ ഭംഗിയായിട്ടും ബ്രില്യൻ്റ് ആയിട്ടുമാണ് ബ്ലസ്സി സംവിധാനം ചെയ്തിട്ടുള്ളത്. വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജ് എന്ന നടന്റെ അഭിനയ മികവാണ്, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനാണ്. ഏതൊരു നടനും അത് ഇൻസ്പയറിംഗ് ആണ്. നിങ്ങൾ ഈ ചിത്രം തിയേറ്ററിൽ ചെന്ന് കാണുക, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.